വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും വേർതിരിച്ച് പറയാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അന്ധമായൊരു കാര്യം അംഗീകരിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ അംഗീകരിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്ധവിശ്വാസമെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്യാച്ച് പിടിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് തെറ്റാണെന്ന് മനസ്സിലായി. ക്യാച്ച് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാച്ച് ഔട്ടായെന്ന് പറയാം, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കിയെന്ന് പറയാം. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണല്ലോ അർത്ഥം. 2 വട്ടം പിടിക്കുക എന്ന വാക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചോദിക്കും, ദുബായ് കാണാത്തവർ ദുബായ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമല്ലേ എന്ന്. ശരിയാണ്, ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം ദുബായ് ഉണ്ടാവണമെന്നില്ല. ദിവസം അങ്ങോട്ട് ഒരുപാട് മലയാളികൾ പോകുന്നുണ്ട്. ദുബായ് ഉണ്ടെന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനാൽ തന്നെ ദുബായ് ഉണ്ടെന്നത് ഒരു സത്യമാണ്. കാരണം ദുബായ് ഉണ്ടെന്ന് പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ചില നാവികർ കടലിലൂടെ നേരെ സഞ്ചരിച്ചപ്പോൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയത് കൊണ്ടാണത്രേ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലായത്. മറ്റൊന്നാണ് ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാം മതം തന്നെ ഒരു തീവ്രവാദമാകുമ്പോൾ ഇസ്ലാമിക തീവ്രവാദം എന്ന് ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മറ്റൊരു പേരാണ് ഇസ്ലാം. ഇസ്ലാമിക പ്രമാണങ്ങൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാകും. സ്വന്തം മതം മാത്രമാണ് ശരിയെന്നും അതിലൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ലെന്നും മറ്റുള്ളവർ നരകത്തിലാണെന്നും പറയുന്നതും വിശ്വസിക്കുന്നതും തീവ്രവാദമാണ്. അത് ഏത് മതമായാലും ശരി. ലൈംഗികതയുടെ പ്രഥമ ലക്ഷ്യം പ്രജനനമാണ്. തങ്ങളുടെ മാതാപിതാക്കൾ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച സമയത്താണ് തങ്ങളുടെ തുടക്കമെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പരസ്പര ബഹുമാനത്തിന്റെയും തൃപ്തിപ്പെടുത്തലുകളുടെയും സന്തോഷിപ്പിക്കലിന്റെയും സ്നേഹത്തിൽ കലർന്ന ആഘോഷമാകുമ്പോഴാണ് ലൈംഗികത അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്ന് നമ്മൾ കാരണം സന്തോഷം പ്രതിഫലിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളെ കാണുക എന്നതാണ്. ലൈംഗിക പങ്കാളിയെ അത്തരത്തിൽ സന്തോഷിപ്പിക്കുന്നതും ജീവിതത്തിലെ അത്യന്തം ആനന്ദകരമായ സംഭവമാണ്. ജീവിതത്തിൽ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണമെന്നതൊക്കെ അവരവരുടെ സ്വകാര്യതയാണ്. മറ്റുള്ളവരെയും സ്വന്തത്തെയും ദ്രോഹിക്കാതെയും ശല്യപ്പെടുത്താതെയും എന്തു ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ല. ലൈംഗികതയുടെ കാര്യത്തിൽ സമൂഹത്തിലെ മിക്കവരും ഇരട്ടത്താപ്പുകാരാണ്. നമുക്ക് എന്തോവാം, മറ്റുള്ളവർക്ക് ഒന്നും പാടില്ലെന്ന ചിന്താഗതിക്കാരാണ്. മിക്കവരും അവരവരുടെയെന്ന് അവർ കരുതുന്നവരുടെ കാര്യത്തിൽ ഒരു നിലപാടും മറ്റുള്ളവരുടെ നിന്ന് അവർ കരുതുന്നവരുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടുമുള്ളവരാണ്. നമ്മൾക്ക് രാത്രി ടിവിയിലൂടെയോ മൊബൈലിലൂടെയോ മറ്റുള്ള സ്ത്രീകളെ ആസ്വദിക്കാം. ആ സ്ത്രീകൾ ആരുടെയൊക്കെയോ അമ്മയും പെങ്ങളും ആണെന്നത് നമ്മൾക്കൊരു വിഷയമല്ല. നമ്മൾക്ക് മറ്റുള്ള സ്ത്രീകളെ ഇരട്ടത്തോ ഒളിഞ്ഞോ ആസ്വദിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യാം. പക്ഷേ നമ്മുടേതെന്ന് നമ്മൾ കരുതുന്ന സ്ത്രീകൾ അത് ചെയ്താൽ നമ്മൾ സമ്മതിക്കില്ല. ചില മതത്തിൽ പുരുഷന് പട്ടാപ്പകൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്താം. അതായത് 4 സ്ത്രീകൾ വരെയാകാം. അവരുടെ മതനേതാവ് ഒരു ദിവസം 11 സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. ആ മനുഷ്യന് തന്നെ മകളുടെ ഭർത്താവിൻ്റെ 2ാം കെട്ട് എതിർക്കുകയും ചെയ്യാം. പരബന്ധങ്ങൾ ഇഷ്ടമാണെങ്കിലും നമ്മുടെ പങ്കാളികൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് ബന്ധം പിരിയുന്നതിലേക്ക് നയിച്ചേക്കാം. നമ്മൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പകാലത്തെ കൂടി അത് ബാധിക്കും. അവർക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹവും ലാളനയും ഒന്നിച്ചനുഭവിക്കാൻ പറ്റാതെ വരും. പലപ്പോഴും പുതിയ ബന്ധങ്ങൾ കുട്ടികൾക്ക് തടവറയായും ശല്യമായും മാറും. അത് കുട്ടികളെ അവഗണിക്കുന്നതിലേക്കും ദ്രോഹിക്കുന്നതിലേക്കും നയിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ ഇന്നത്തെ സാമൂഹിക മനോനില വെച്ച് പരബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ കുട്ടികൾ ആരുടേതായാലും നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന മാനസിക വിശാലതയും പങ്കാളിയുടെ ലൈംഗികതയെ അത്ര കുഴപ്പമില്ലാതെ കാണാൻ കഴിയുന്നവർക്കും പരലൈംഗിക ബന്ധത്തിന് കുഴപ്പമുണ്ടാകില്ലായിരിക്കാം. അങ്ങനെയൊക്കെ വിശാലതയുണ്ടെന്ന് അവകാശപ്പെട്ട പലരുടെയും ജീവിതം കുട്ടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നതാണ് മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. ലൈംഗിക വാണിഭം, അതായത് കച്ചവടം, തെറ്റോ ശരിയോ എന്നത് ഒരു ചോദ്യമാണ്. പരസ്പരം സമ്മതമുള്ള 2 പേർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈംഗികത
ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവരുടെ ലക്ഷ്യം പണമായിരുന്നാലും അല്ലെങ്കിലും അതിലേർപ്പെടുന്നവർക്ക് ലൈംഗികജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്കെന്ത്? പക്ഷേ ഇവരുടെ ഈ പ്രവൃത്തി മറ്റുള്ള ലൈംഗിക പങ്കാളികളെ അറിയിക്കാതിരിക്കുന്നത് തെറ്റാണ്. കാരണം ഈ രോഗസാധ്യത പറ്റി അവർക്ക് ധാരണയുണ്ടാവണമെന്നില്ലല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ, പരബന്ധമുള്ള ആളാണെങ്കിൽ അത് തൻ്റെ പങ്കാളിയെ അറിയിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഈ പരബന്ധത്തിലൂടെ കിട്ടുന്ന രോഗങ്ങൾ ഒന്നും അറിയാത്ത കണക്ക് പകർത്തിക്കൊടുക്കുക കൂടി ചെയ്യുന്നത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. താൻ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ബാധിക്കാത്തിടത്തോളം അവരെ അറിയിക്കുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പങ്കാളികൾ തമ്മിൽ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകരുതെന്ന കരാറുണ്ടെങ്കിൽ അത് ലംഘിക്കുന്നത് ചതിയും തെറ്റുമാണ്. അഗമ്യഗമനം അഥവാ വീട്ടുകാരുമായുള്ള സെക്സ് എങ്ങനെ തെറ്റാകുന്നുവെന്ന് ചോദിക്കുന്നവരുണ്ട്. മനുഷ്യൻ തൻ്റെ അതിജീവന സിദ്ധാന്തത്തിൽ തങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ അതൊരു പ്രത്യേക മതത്തിനോ സംസ്കാരത്തിനോ അവകാശപ്പെട്ടതല്ല. അടുത്ത കുടുംബക്കാർ തമ്മിൽ പ്രജനനം നടത്തിയുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരിക വെല്ലുവിളികളും പാരമ്പര്യ രോഗങ്ങളും ശാരീരിക ആരോഗ്യപരമായ കാരണമാണ്. സ്വന്തം വീട്ടിൽ അരക്ഷിതരായി ജീവിക്കേണ്ടി വരുന്നതും പ്രേമവും സ്വാർത്ഥതയും വഴക്കും പോലുള്ള മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ അതിലുണ്ട്. അതിനാലാവണം കുഴപ്പമില്ലാത്ത രീതികളിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നത്. ചില മനുഷ്യ ആചാരങ്ങൾ അവൻ്റെ യുഗങ്ങളായുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആർജിച്ചെടുത്തതാണ്. എല്ലാം തള്ളിക്കളയേണ്ട കാര്യമില്ല. അതേസമയം മനുഷ്യരെ പിന്നിലോട്ട് നയിക്കുന്നതും അവരെ വിഘടിപ്പിക്കുന്നതും സ്വൈര്യം കെടുത്തുന്നതുമായ ആചാരങ്ങളെ എതിർക്കുക തന്നെ വേണം.